കാലത്ത് തന്നെ മൊയ്‌ലിച്ചേട്ടൻ സ്കൂളിൽ പോവേണ്. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോവേണ്. ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോവാൻ. മൊയ്‌ലിച്ചേട്ടാ പോവല്ലേട്ടാ. ഞാനിവിടെ പറഞ്ഞേട്ടാ സ്കൂളിലിപ്പം ചിക്കൻ ബിരിയാണിയാണെന്ന് കേട്ടല്ല. നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് തിന്നാ മതിയോ? വാ ഞാനും കൂടെ വരാം. കാലത്ത് അപ്പവും മുട്ടക്കറിയായിട്ടാ തിന്നത്. കയ്യിലാണെങ്കിൽ ഭയങ്കര മണം. മൊയ്ലും എനിക്കൊരു മുട്ടെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ എന്റെ മുട്ട തീറ്റയും നിർത്തി. മൊയ്‌ലിച്ചേട്ടാ ഞാനും പറഞ്ഞേട്ടാ ഒരു ഉടുപ്പ് എടുത്താ നിങ്ങളെ ഉടുപ്പ്. ഞാനും പറഞ്ഞു നിങ്ങൾ എന്നെ കൂടെ സ്കൂളിൽ കൊണ്ടുപോകോ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ. നിങ്ങൾ പോയാൽ എനിക്ക് കളിക്കാൻ വേറെ ആരും ഇല്ലാട്ടാ. എനിക്കും പഠിക്കാൻ കൊതിയാവണം കേട്ടോ. നിങ്ങൾ എന്നെ ട്രൈ ചെയ്തിട്ടാ എനിക്കിട്ട് പോകല്ലോ കേട്ടോ. അയ്യോ ഓ പോണം. മൊയിലുമോ ഇതെവിടെ പോയി ഇവര് എന്നെ കളഞ്ഞിട്ട് എല്ലാരും കൂടെ അങ്ങോട്ട് പോയാന്തോ. ഇവിടെ ആരും ഇല്ല. എനിക്ക് ഇതേപോലെയൊക്കെ പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേൾക്കണുണ്ടോ? ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ? അയ്യോ ഇവിടെ ആരും ഇല്ലേ. ഇത്ര ആരും ഇവിടെ തന്നെ മൊയിലുമ്മയും കൂടെ ഇതെങ്ങോട്ട് പോയാന്തോ. ഇവരെല്ലാം കൂടെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടോ പോയാ. അയ്യോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നാട്ടുകാരെ ആരെങ്കിലും ഉണ്ടാ ഇവിടെ ഈ പഠിച്ചെടുത്ത് എവിടെയെങ്കിലും. എനിക്കാണെങ്കിൽ ഞാൻ പഠിക്കാൻ മുട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കാൻ വയ്യ. എനിക്ക് 4 ലക്ഷം പഠിച്ച് കളക്ടർ ആവണം. ഇതുവരെ ഇറങ്ങി ചാളാനും പറ്റില്ലല്ലേ. എന്തൊരു കഷ്ടം. ഇതിനകത്ത് ഇനി കുടുങ്ങി പോവോ. ഫയർബോട്ടിന് എങ്ങാനും വിളിക്കേണ്ടി വരുമെന്തോ. മൊയ്ലുവേ മൊയ്ലുമ്മ എങ്ങോട്ട് പോയി ഇവര്. ഇനിയിപ്പോ കഥവ് ചവിട്ടി പൊളിച്ചാലേ രക്ഷയുള്ളൂ. ഞാൻ പോയി ചവിട്ടി പൊളിക്കട്ടെ. അങ്ങനെ കഥവും ചവിട്ടി പൊളിച്ച് ചെന്ന പൂച്ചപ്പെണ്ണിന്റെ ഫ്രണ്ടില് കണ്ണും കണ്ണും നോക്കിയ നീ കണ്ണയിലിട്ട് മാന്തിയ ദേഷ്യം വന്ന നോക്കിയ നീ മാന്തിയ ഇരിക്കയാണ് ആ സ്വത്ത്. എന്ത് ചെയ്യാൻ കണ്ണില് മാന്തം മാന്തുകൊണ്ട് എനിക്കിങ്ങനെ നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. കുയ് ഇത് പിണക്കോണാ പൂച്ചപ്പന്നെ വെയിലത്തിരിക്കാതെ ടാൻ അടിച്ച് നീ കറുത്തു പോകും. നീ വാ ഞാൻ ദാണ്ട് തണലത്തിരിപ്പുണ്ട് ഇവിടെ വന്നിരി വാ. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ആയുസിൽ രമ്യതയിൽ പോകാനാണ് നല്ലത്. അതിന് ഞാകണ്ട ഏക വഴിയെന്ന് പറഞ്ഞ പൂച്ചപ്പണ്ണിലെ 3 മക്കളെ എങ്ങനെയും ജാക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ ഇവള് എന്റെ അടിയന്തരോടനെ എന്നെ നടത്തും. അതിനു മുന്നേ തന്നെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യിച്ച് നമുക്ക് ഇവിടെ ഒരു കുടുംബം പോലെ കഴിയണം. എന്തായാലും ഈ ഇരിപ്പ് പൂച്ചപ്പണ്ണ തുടരുകയാണെങ്കിൽ ഇവള് ഇവിടെ ഇരുന്ന് ഒരുക്കി തീരും. ഇത്രയും പേരെ ഈ ഋഷ്യശൃംഖീര ദേഷ്യമൊക്കെ മാറ്റണം. ഇല്ലെങ്കിൽ ഈ പരിസരത്തൂടെ നീ സ്വസ്ഥതയോടുകൂടി ഓടാനാ ചാടാനാ പറ്റൂല. അല്ലെങ്കിൽ തന്നെ എലികണി വെച്ച് വീട്ടിന്റെ ചുറ്റും കിടന്ന് ഓടുന്ന അവസ്ഥയാണ്. എപ്പം വേണോ ഗണയിൽ വീഴും പോലെയാണ് ഇവളെ കയ്യിൽ നിന്ന് മാന്ത് വാങ്ങിയണം. ഒന്ന് പയ്യെ ചെന്ന് ഇവളെ എങ്ങനെയെങ്കിലും സോപ്പിട്ടെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണ്ടാമൃഗത്തിന് എങ്ങനെ ഒന്ന് മെരുകിയെടുക്കും. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു ചേട്ടൻ വൈകിട്ട് വന്നിട്ട് ആ കടുകുടു എടുത്ത് കൊടുത്തു പോകാം. അങ്ങനെയെങ്കിലും സോപ്പിട്ടെടുക്കാം. എന്നാലും പിന്നെ ഈ രാത്രി ഇവക്ക് എന്തിനായിരിക്കും ജോലി. ഈ പട്ടാപ്പകല് വന്ന് ഈ വെയിലത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങേണ്ട കാര്യം. മക്കളെ നോക്കണല്ലേ. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കാണും. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഞാൻ പൂച്ചപ്പെണ്ണിനെ മോളെടുത്ത് നിന്നപ്പോഴാണ് അവളാണ് ഒടുക്കത്തെ കലിപ്പിലിരിക്കണം. ഇവളെന്തൊരു മഞ്ഞ വലയല്ല നിൽക്കണത്. തണുത്ത് രോമോത്രം എണീറ്റിരിക്കാൻ അതൊരു കടുവിന്റെ അത്രയുള്ളൂ. എന്നിട്ട് അവളെ കാലം പൊക്കത്തിന് ഇരിക്കണ അവളെ രോമം. ഇതുങ്ങളൊക്കെ കുടുംബത്തോടെ ഗുണ്ടകളാ. ആരെ കണ്ടാലും അള്ളുക മാന്തുക ദേഷ്യം. ഒറ്റ എണ്ണത്തിന്റെ ചെന്ന് അടുക്കാൻ പറ്റൂല. മണ്ടാമോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ ബാലും ചുരുട്ടി പൊക്കി വെച്ച് പന്നിനിക്കും പോലെ നിൽക്കും. മൊയിലുമ്മ കാണുമ്പോഴാണ് പിന്നെ സ്നേഹം. അവിടെ ഇന്ന് നെല്ലൂരി നിന്റെ അമ്മയുടെ ചുറ്റിട്ട് പറയടി ഈ ദേഷ്യം ഒന്നും കാണിക്കില്ലെന്ന്. ഞാൻ ഇത്തിരി അടുത്ത് വന്നോട്ട് ഞാൻ സ്നേഹം കാണിക്കുന്നിട്ട് വാലാട്ടിട്ട് തണുക്കുമ്പോൾ നീ എന്തിനാ എന്നെ ഇവിടെ തന്നിങ്ങനെ ജീവനം. അത് നീ ഇങ്ങനെ തണുത്തിരിക്കുമ്പോൾ നിന്ന് കഴിഞ്ഞ അവസാനം വല്ല സ്ട്രോക്ക് വല്ലം വന്ന് നീ ഇവിടെ കിടന്ന് പെടനി ചാവയുള്ളു കേട്ടാ. നിന്റെ അമ്മയ്ക്ക് തന്നെ നഷ്ടം. നീ എന്റെ അടുത്ത് കളിക്കാൻ പോവാ. ഞാൻ ഇതേപോലെ ഓടിക്കളി വാ. എന്നിട്ട് വാ ഇതേപോലെ ഓടിക്കളി. അല്ലാതെ അവിടെ പോയി ഇങ്ങനെ ദേഷ്യം കാണിച്ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ പോയി നിന്റെ അമ്മയടുത്ത് പറയണം എനിക്കൊരു ദേഷ്യമില്ലാന്ന്. നിങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ട് എൻ്റെ അടുത്ത് കിടന്നുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ. ഞാൻ നിങ്ങളെ അടുത്തോട്ട് വരാൻ നോക്കിയില്ലേ. അങ്ങനെ വൈകിട്ട് മൊയ്ലിച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മൊയ്ലിച്ചേട്ടൻ അവളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോകാൻ ചോദിക്കാം. രാവിലെ മുതലേ ഞാൻ അവളെ പറയാ അടക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രമ്യതയിൽ പോവാം. അതാണ് നമുക്ക് നല്ലതെന്ന്. അത് പറഞ്ഞപ്പോൾ ഒക്കെ കേൾക്കാനും വയ്യ. ഇടി പൂച്ചപ്പന്നെ നിന്റെ അടുത്ത് രാവിലെ മുതലേ ഞാൻ കിടന്ന് പറയണേ നമുക്കൊരു രമ്യതയിൽ പോവാന്ന്. നിനക്ക് കേൾക്കാൻ പോയി എല്ലേടി. നിനക്ക് അപ്പോഴും അഹങ്കാരം. നീ നിന്റെ മക്കളെയും കൊണ്ടിട്ടിട്ട് നീ ഇവിടെ കിടന്നാൽ ഭയങ്കര ഷോ ഇറക്കിയാണ്. പോരാത്തതിന് നിനക്ക് ദേഷ്യം. നിന്റെ മക്കൾക്കും അതേപോലെ തന്നെ ദേഷ്യം. മൊയിലമ്മ എന്നെ പിടിവിട്ടാണ്. എവളെ ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു കൊടയുമല്ലേ. എനിക്ക് രണ്ടിലൊന്നും അറിയണ. ദേഷ്യം കയറിയിട്ടാണെങ്കിൽ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. നെല്ലടി അവിടെ നീ അതെവിടെ പോകണത്. ഇത്രയും പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടാന്ന് നോക്കണം. മൊയിലമ്മ എന്നെ വിളി 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 മൊയിലമ്മ വിളി വിളി. നെല്ലടി അവിടെ എവിടെ പോണടി ഇവിടെ. അയ്യന്റെ അമ്മോ ഓടിക്കോ. പൂച്ചപ്പണ്ണ പറയുണ്ടേ ഓടിക്കോ. അടുത്ത് വിടാൻ പറഞ്ഞപ്പോൾ ഉടനെ അങ്ങനെ പിടിവിട്ടല്ലേ. എന്നിട്ട് ഇവിടെ ഇരുന്ന് ചിരിക്കുകയാണ് നിങ്ങള്. വിടാൻ പറഞ്ഞ എന്നെ അങ്ങ് വിട്ടു കൊടുക്കാനല്ല പറഞ്ഞത്. പിടിച്ചു വെക്കാനാണ് പറഞ്ഞത്. ഇപ്പം വിട്ടിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനമാണ്. ഞാൻ വെറുതെ ഒരു ഷോറൊക്കെയല്ലേ. ഓ എന്റെ പൊന്നോ അങ്ങനെ ഇങ്ങനെ പോയി. ഇവിടെ എവിടെയും ബാൻഡ് മേളമല്ല നടക്കണുണ്ടാ. പടപടാ സൗണ്ട് കേൾക്കണ്. ഓ അതെന്റെ നെഞ്ചടിച്ചാണല്ലേ. നിങ്ങൾ ആ കമ്പിങ്ങോട്ടത്താ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കമ്പും പിടിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കമ്പ് പേടിയാണ്. ഞാനൊരു കാര്യം പറട്ടെ. കൊന്ത്രാണ്ടായിട്ട് എന്നെ സംസാരിക്കാനും പറ്റില്ല. നിങ്ങൾ കമ്പ് ചോദിക്കല്ലേ തരൂല ഞാൻ. ശരിക്കും പറഞ്ഞ ഈ കമ്പ് എന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്. നിങ്ങളെ കയ്യിലെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കാൻ തോന്നും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ കേള്. നിങ്ങൾ കമ്പി കിടന്ന് പിടിക്കാതെ. നിങ്ങൾ അത് വിട്. കമ്പ് വിട്. കമ്പി കിടന്ന് പിടിക്കാൻ വാക്കത്തുമല്ല ഞാൻ കൊള്ളും. ഇത് തരൂലെന്ന് പറയാൻ തരൂല. നിങ്ങൾ കിടന്ന് പിടിച്ച് പഠിക്കാതെ എന്റെ പല്ലുമുടി അളയാൻ എന്റെ കൂടെ വരും. പറഞ്ഞയാള് ഞാൻ പറയട്ടെ മോല്ലോ അമ്മ ഈ കമ്പ് ഇങ്ങോട്ട് വിട്. നിങ്ങൾ ഇങ്ങോട്ട് വിട്ടാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഇങ്ങോട്ട് താ പുല്ലിന്നൊക്കെ അടിച്ചെന്ന് ഞാൻ കമ്പി കിടന്ന് പിടിച്ചാലേ ഈ കമ്പ് ഇവിടെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾക്കല്ല പ്രശ്നം, എനിക്കാണ് പ്രശ്നം. ഇത് കാണുമ്പോഴേ എൻ്റെ കാല് തൊട്ട് ഉച്ച വരെ ഒരു വിറയലാണ്. കാര്യമൊക്കെ ശരിയാണ്, ഞാൻ കൊച്ചല്ലേ, ഞാൻ ചില കുസൃതികളൊക്കെ കാണിക്കും. നിങ്ങളത് കണ്ടില്ലെന്ന് വെച്ച് പോയിരിക്കണം. കണ്ടടാ എന്റെ കയ്യെ പിടിച്ച് ഈ രണ്ട് സൈഡിലോട്ടും പിടിച്ചു ഞാൻ കഴിച്ച് ഞാൻ റെഡിയാക്കളാൻ. എന്റെ കയ്യല്ല കടിച്ചാന്ന് പറഞ്ഞത്. ഇതിനോടൊക്കെ ആരെന്റെ വയറ്റിലും അവിടെ ഇവിടെ കേട്ട് കയ്യിട്ട് ഇക്ലിയാക്കണത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞാലേ എല്ലാത്തിനും ഞാൻ വളഞ്ഞോട് ചൂടിട്ട് കടിച്ചളയും കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഞാൻ ഇവരൊക്കെ ഒന്ന് കടിച്ചെന്ന് ശരിയാകട്ടെ. ഇന്ന് മുതൽ തല്ലിക്കൊന്നില്ലെങ്കിൽ നാളെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ശുഭദിനം.